സ്വാഗതം. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് നവധാന്യങ്ങൾ വെച്ചിട്ട് 9 ധാന്യങ്ങൾ വെച്ചിട്ട് ഒരു കർക്കിടക മാസത്തിൽ കഴിക്കാൻ പറ്റിയ ഒരു നല്ലൊരു കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അത് നമ്മളെ ഇന്നത്തെ ദിവസമാണ് ഇവിടെ ഗുജറാത്തിൽ ഇത് കഴിക്കുന്നത്. നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. പിന്നെ വേറെ ഒത്തിരി മസാലകളൊന്നുമില്ല, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു കറിയാണ്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ പറയുകയാണ്, നമ്മുടെ നാട്ടിൽ ഈ 10 ഇലകൾ കൊണ്ട് ഈ കർക്കിടക മാസത്തിൽ എല്ലാവരും ഈ 10 ഇലകൾ വെച്ചിട്ട് കറി ഉണ്ടാക്കി കഴിക്കാറുണ്ട്. അതുപോലെ തന്നെയാണിത്. വേറെയുള്ള സ്ഥലങ്ങളിലും ചെയ്യുന്നുണ്ട്, പക്ഷേ ഇത് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലാണ് ഞാൻ ചെയ്യുന്നെങ്കിലും ഞാനിത് എൻ്റേതായ രീതിയിലാണ് കുറച്ച് മാറ്റം വരുത്തിയിട്ടാണ് ചെയ്യുന്നത്. നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാനിവിടെ എടുത്തേക്കുന്ന ധാന്യങ്ങൾ എന്ന് പറയുന്നത് 9 സൈസിലെ പയർവർഗ്ഗങ്ങളാണ് ഞാൻ എടുത്തേക്കുന്നത്. കടലയുണ്ട്, വൻപയറുണ്ട്, ഇവിടെ വെള്ളപ്പയറാണ് ഇത്, പിന്നെ ഇത് രാജ്മയാണ്, 2 സൈസിലെ രാജ്മയാണ്. ഇത് ഇത്രയും പയർവർഗ്ഗം നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ പോലും 2 സൈസ് ഉള്ളെങ്കിൽ പോലും ഇതുണ്ടാക്കാം. ഈ രീതിയിൽ നിങ്ങളിത് ഉണ്ടാക്കുക. പിന്നെ കടല എടുത്തിട്ടുണ്ട്, ചെറുപയർ എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ തുവർ ഡാലാണ്. തുവർ ഡാലല്ല, ഇത് മുഴുവനേ വരുന്ന തുവറാണ്. ഇതിവിടെ വാങ്ങിക്കാൻ കിട്ടും. ഇത് ചെറുപയറാണ്. ഇനി ഇത്ര സാധനങ്ങളാണ്. ഇത് സോയാബീൻസാണ്. സോയാ വടി എന്ന് പറഞ്ഞിട്ട് സാധനം നമുക്ക് വാങ്ങിക്കാൻ കിട്ടും നാട്ടിൽ, പക്ഷേ ഇത് സോയാബീൻസാണ്. ഇതിനെക്കുറിച്ച് ഞാനിത് ഇപ്പം ഞാൻ പറഞ്ഞു തരാം. പിന്നെ ഞാൻ ഇതിനകത്ത് മസാലയായിട്ട് ചേർക്കുന്നത് ഞാൻ 3 തുടം വെളുത്തുള്ളി ചെറിയ പീസായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതും ഒരു 4 പച്ചമുളക്. അത് എരിയില്ലാത്തതുകൊണ്ടാണ് ഞാൻ 4 പച്ചമുളക് എടുത്തേക്കുന്നത്. പിന്നെ ഒരു നല്ലൊരു കഷ്ണം ഇഞ്ചി ഞാൻ ചെറിയ പീസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിങ്ങനെയാണ് ഇത് എടുക്കേണ്ടത്. പിന്നെ അവർ വേറെ ഏതെങ്കിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓയിലാണ് എടുക്കുന്നത്. ഞാൻ പക്ഷേ എൻ്റെ രീതിയിലാണെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് ഞാനിവിടെ നമ്മൾ എടുത്തേക്കുന്നത്. ഇവിടെ വെളിച്ചെണ്ണയാണ് എടുത്തേക്കുന്നത്. പിന്നെ അവരിതിനകത്ത് ഇത്ര സാധനം ചേർക്കത്തുള്ളൂ. ഉപ്പും ചേർക്കും, വെള്ളം ഒഴിച്ചാട്ട് കുക്കറിൽ വേവിച്ചെടുക്കുക. എണ്ണ ഡയറക്റ്റ് ഒഴിച്ചിട്ട് വേവിച്ചെടുക്കുക ചെയ്യാം. ഞാൻ പിന്നെ ഒരു പിഞ്ച് കായം ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു നുള്ള് കളറിന് വേണ്ടിയിട്ട് പിന്നെ മഞ്ഞപ്പൊടിയും ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും ചേർക്കുന്നുണ്ട്. അപ്പോഴാണ് അത് നമ്മുടെ രീതിയിലാവുന്നത്. നോക്കിക്കേ, ഈ പയർവർഗ്ഗങ്ങളെല്ലാം ഞാൻ ഇന്നലെ ഒരു 7 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തി. ഈ പയർവർഗ്ഗങ്ങളെല്ലാം എത്ര എടുക്കണമെന്ന് വെച്ചാൽ നിങ്ങളുടെ വീട്ടിലെ മെമ്പറിൻ്റെ അനുസരിച്ച് എടുക്കാം. ഞാനിങ്ങനെ ഒരു പിടി വീതമാണ് ഇത്രയും പയർവർഗ്ഗങ്ങൾ എടുത്തിരിക്കുന്നത്. ഇത് ഇന്നലെ ഞാനൊരു 6-7 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം രാത്രിയിൽ ഞാനിത് വാരി വെച്ചിരുന്നു. വാരി ഒരു പാത്രത്തിൽ അടച്ചു വെച്ചിരുന്നു. അതല്ലെങ്കിൽ നിങ്ങൾക്കിതൊരു തുണി കെട്ടി വേണേലും വെക്കാം. അപ്പോൾ ഇതിങ്ങനെ മുളയുണ്ടായി വരും. എന്തൊക്കെ ഇതിലെല്ലാം മുളയായിട്ടുണ്ട്, കണ്ടോ, മുളച്ചു വന്നിരിക്കുന്നുണ്ട് പയറ്. എല്ലാം ഒന്നും മുളച്ചു വരത്തില്ല, എന്നാലും ബാക്കിയുള്ള കൂടുതൽ ഇത് കടലയൊക്കെ ചെറുതായിട്ട് മുളച്ചു വരുന്നേ ഉള്ളൂ. ഈ വൻപയറും ചെറുപയറും എല്ലാം നല്ലതായിട്ട് മുള വന്നിട്ടുണ്ട്. ഇത് ഇങ്ങനെയാണ് കറി വെക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് അതെങ്ങനെയാണ് വെക്കുന്നതെന്ന് നോക്കാം. ഇത് സിമ്പിളാണ് വയ്ക്കാൻ. ഞാൻ ഈ പയറ് ഇത് ഓരോ പിടി ഇട്ടിട്ട് തന്നെ ഇത് കുതിർന്ന് വന്നപ്പം നോക്കിക്കേ, ഇത് ഇത്രയും ഉണ്ട്. ഇതിപ്പോൾ ഞങ്ങൾ കുറച്ച് ഫാമിലി ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് മതി. നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ഇടുക. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഇതിലോട്ടാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. വെളുത്തുള്ളിയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം നിങ്ങൾക്ക്. ഇത്രയും ഇത് ഏറെ ഉണ്ട്, അത് കാരണം ഇത്രയും വെളുത്തുള്ളി. പിന്നെ ഇതെല്ലാം നമ്മൾ ഇതിനകത്തോട്ട് തന്നെ ഇട്ട് കൊടുക്കുകയാണ്. ഈ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകും കൂടെ മൊത്തം ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഒരു നുള്ള് കായം ചേർത്ത് കൊടുക്കാം. ഇത് കായം ഇവിടെ ആരും ചേർക്കാറില്ല. ഇത് പക്ഷേ ഞാൻ ഓപ്ഷനിലാണ് ഞാൻ ചേർക്കുന്നതാണ്. നല്ലതാണ്, ഇത് പയർവർഗ്ഗമല്ലേ. പിന്നെ അതിനുശേഷം നമുക്ക് ഒരു 1/4 സ്പൂണ്, അധികം ഇടണ്ട, 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു കളറിന് വേണ്ടി മാത്രം 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. ശേഷം നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. പെട്ടെന്ന് വേഗം ഇതേ. നിങ്ങൾ ആദ്യം ഒരു വിസിൽ അടിച്ച് നോക്കണം. അതിനുശേഷം വേവ് കുറവാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ അടിച്ചെടുത്തേച്ചാൽ മതി. അത്രേ ഉള്ളൂ. പിന്നെ ഇത് കടുക് വറക്കുവാട്ടെ ഒന്നും ചെയ്യില്ല. ഇങ്ങനെയാണ് കഴിക്കുന്നത്. ഇതിനകത്ത് എന്ത് വിറ്റാമിൻസ് ഉണ്ട്. എല്ലാ പയർവർഗ്ഗങ്ങളും നമ്മൾ ഈ ഇല കഴിക്കുന്നത് പോലെ തന്നെ ഇത്രയും പയർവർഗ്ഗങ്ങൾ ഇതിൽ ചേരുന്നതല്ലേ. അതിനുശേഷം നമുക്ക് ഈ കറിവേപ്പില, ഇതിനകത്ത് ഞാൻ എക്സ്ട്രാ ചേർക്കുന്ന ഈ 3 സാധനങ്ങളാണ്. കറിവേപ്പിലയും പിന്നെ കായവും മഞ്ഞൾപ്പൊടി. ബാക്കിയെല്ലാം അവർ ഇത് തന്നെയാണ് ചേർക്കുന്നത്. പക്ഷേ അവർ വെളിച്ചെണ്ണ ചേർക്കില്ല, അവർ മറ്റുള്ള എണ്ണയാണ് ചേർക്കാം. ഞാൻ കുറച്ച് എണ്ണയാണ് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇതിൻ്റെ ഒരു 4 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ബാക്കി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ടേസ്റ്റിനനുസരിച്ച് പിന്നെ നമുക്ക് വാങ്ങിക്കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഇച്ചിരി ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇതിന് ശേഷം ഞാൻ ഇതിനകത്തോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. കുറച്ച് വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഒരു 1/2 കപ്പ് വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതുണ്ടോ, ഇത്രയും വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ കുക്കർ അടച്ചിട്ട് ഇത് വേവാൻ വയ്ക്കുകയാണ്. ഞാനിപ്പോൾ ഒരു 2 വിസിൽ അടിച്ചതിന് ശേഷം പെട്ടെന്ന് തുറക്കും. ഒത്തിരി വെന്തളിഞ്ഞു പോകാൻ പാടില്ല, എന്നാൽ നല്ലതായിട്ട് വേവുകയും വേണം. കടലയൊക്കെ ഉള്ളതുകൊണ്ട് കുതിർന്നിരിക്കുന്നതുകൊണ്ട് ഇത് പെട്ടെന്ന് വെന്ത് കിട്ടിക്കോളും നമുക്ക്.
ഗ്യാസ് നമുക്കിനി ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇത് വേവാൻ നമ്മൾ കുക്കറിനകത്താക്കി വെച്ച് കഴിഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇത്ര 9 സൈസിലെ പയറുവർഗ്ഗങ്ങളിലെ ഇപ്പം ഞാനിപ്പം വെള്ളക്കടലയും ഈ കടലയും എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കടല മാത്രം ചേർത്താൽ മതി, ഇത് ചേർക്കാം. അപ്പം ഇതിന് പകരം നിങ്ങളുടെ കയ്യിൽ വേറെ ഏതെങ്കിലും പയറുവർഗ്ഗം ഉണ്ടെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ചേർക്കാം. ഈ സാധനം നമ്മുടെ നാട്ടിൽ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്, സൂപ്പർ മാർക്കറ്റിൽ കിട്ടും. ഇത് ഭയങ്കര വേവ് ഇച്ചിരി കൂടുതലാണ്. നമ്മളൊരു 9 സീറ്റിയൊക്കെ അടിക്കേണ്ടി വരും. അപ്പോൾ കുറച്ച് നേരം ഒത്തിരി നേരം വെള്ളത്തിൽ കുതിർക്കാനും പാടില്ല. ഒരു 6 മണിക്കൂർ കുതിർത്തിന് ശേഷം ആദ്യം ഒരു 4 വിസിലടിക്കണം. പിന്നെ അങ്ങനെ ഓഫ് ചെയ്തിട്ട് പിന്നെ നോക്കണം എന്തോന്ന്. അതുപോലെ തന്നെ ഒത്തിരി വെള്ളവും വെക്കാൻ പാടില്ല. ഞാനിത് പറഞ്ഞു തരുന്നത് നിങ്ങൾ കഴിക്കാൻ വേണ്ടി. ഇത് മുട്ടുവേദനയ്ക്കും ഒക്കെ കഴിക്കുന്നത് നല്ലതാണ്. ഇതിനകത്ത് മൊത്തം പ്രോട്ടീനാണ് ഇതിനകത്ത്, ഈ സോയാബീൻസിനകത്ത്. ഇത് നിറച്ച് പ്രോട്ടീൻ. അത് മാസത്തിൽ നമ്മൾ 2 പ്രാവശ്യമെങ്കിലും കഴിച്ചിരിക്കണം. നമ്മുടെ കൈമുട്ട് വേദനയ്ക്ക്, കാലിൻ്റെ മുട്ടിനും ഈ വാദത്തിൻ്റെ അസുഖമുള്ളവർക്കൊക്കെ ഇത് കഴിക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് ഞാനിത് എടുത്ത് പറഞ്ഞു. എനിക്കിതിനെക്കുറിച്ച് അറിയാം, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അപ്പം നമുക്കിത് ഒന്ന് വെന്തോട്ടെ. ഞാനിതൊരു 2 വിസിൽ അടിച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ആഹാ, നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. കണ്ടല്ലോ, ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പരിപാടി. ഇനി ഞാനൊരു ഡിഷിലോട്ട് മാറ്റാം. ഇത് എല്ലാം നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. കാരണം നമ്മുടെ കടലയൊക്കെ നല്ല വേവില വെന്തിട്ടുണ്ട്. കാരണം ഇത് കുതിർന്നിരുന്നല്ലേ, കണ്ടോ, നല്ലതായിട്ട് കടലയൊക്കെ വെന്തിട്ടുണ്ട്. പയറും കടലയും എല്ലാം വെന്തിട്ടുണ്ട്. ഇത്രയും ഒരു ഗ്രേവിയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കുറച്ചുകൂടെ വെള്ളം വറ്റിക്കണം. വെള്ളം അധികം ഇല്ല ഇതിനകത്ത്. ഗ്രേവിയായിട്ട് ഇങ്ങനെ വേണമെങ്കിലും കഴിക്കാം, അല്ലാതെ നിങ്ങൾക്ക് ചപ്പാത്തിയുടെ കൂടെയോ എങ്ങനെയാലും കഴിക്കാം. ഭയങ്കര ടേസ്റ്റാണ്. ഞാൻ ഈ ഒരു ശകലം എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. ഞാനൊരു ശകലം എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണെ ആവശ്യത്തിന് ഉണ്ടെങ്കിലും ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. ഇതിങ്ങനെ ഒഴിക്കാറില്ല ഇവിടുത്തുകാരെ, അവർ ആദ്യമായി ഒഴിക്കുന്നതേ ഉള്ളൂ. ഞാൻ എൻ്റെ രീതിയിലാണ് വെച്ചത് കേട്ടല്ലോ. ഇപ്പം തന്നെ തീരും. എരിവെല്ലാം ഉണ്ട്. കാരണം വെളുത്തുള്ളിയും നമ്മൾ ഇഞ്ചിയും പച്ചമുളകും ഒക്കെ കഴിച്ചതുകൊണ്ട് ആവശ്യത്തിനുള്ള എരിവ് കൊണ്ട് അതിന് ഗ്യാസ് ഒന്നും ഉണ്ടാകത്തില്ല. കാരണം നമ്മൾ വെളുത്തുള്ളിയൊക്കെ ചേർത്ത് എക്സ്ട്രാ ഞാൻ കായവും ചേർത്ത്. അപ്പം ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റട്ടെ. അതുകൊണ്ട് നമ്മൾ ഇത് ഉണ്ടാക്കി കഴിഞ്ഞു. ഭയങ്കര ടേസ്റ്റാണ്. അതുപോലെ തന്നെ കർക്കിടക മാസത്തിൽ എല്ലാവരും ഇത് കഴിച്ചിരിക്കണം. നമ്മുടെ ഹെൽത്തിന് ഒരുപാട് നല്ലതാണ്. നമ്മുടെ കർക്കിടക കഞ്ഞി കഴിക്കുന്നത് പോലെ തന്നെ നമ്മുടെ ഹെൽത്തിന് ഒരുപാട് നല്ലതാണ്. അല്ലാത്ത സമയത്തും ഇടയ്ക്ക് മക്കൾക്ക് വെച്ച് കൊടുക്കണം, നല്ലതാണ്. ഞാനിതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ. ഇത്തിരി ടേസ്റ്റ് ചെയ്ത് ഇപ്പം തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇടയ്ക്കൊക്കെ ഇവിടെ ഉണ്ടാക്കാറുണ്ട്. ഇത് ഭയങ്കര ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. താങ്ക് യു.